ഹലോ ഗൈസ്, നമ്മുടെ നാട്ടിൽ എത്ര തരം നെല്ലുകളുണ്ടെന്ന് നമ്മൾക്ക് ആർക്കെങ്കിലും അറിയോ? ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടി ഒരു പ്രയത്നം ചെയ്യുകയാണ്. നോക്കട്ടെ. ഇതിൻ്റെ പേരാണ് ആനമോടൻ. പഴയ കാലത്തൊക്കെ നമ്മൾ കൃഷി ചെയ്തിരുന്നു, അതൊന്നുമില്ല. ആനമോടൻ, സിദ്ധസണ്ണ, വർഷതാൻ, അതൊക്കെ ബാക്കിലാണ്. അത് നെല്ലിൻ്റെ ഇത് കാണിക്കാൻ പറ്റില്ല. ഫ്രണ്ടിൽ ഞങ്ങൾ ഇതിൽ വീഡിയോ കിട്ടുന്നത് കാണിച്ചു തരാം. നെല്ല് എറുകൻ നെല്ലാണ്. എറുകൻ നെല്ല്. മുഖജൈ, അത് ബാക്കിലാണ്. അതിൻ്റെ ബാക്കിൽ മൈസൂർ മല്ലിക, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ബാക്കിലോട്ട് പോകാനില്ല, ചെളിയാണ്. അത് കാരണം കൊണ്ടാണ്. അടുത്തുള്ളത് ഇങ്ങനെ കാണിക്കാം. ഇതാ റെഡ് വെറൈറ്റി വേണ്ടോ. അതിൻ്റെ ഓരോ നെല്ലിനും ഓരോ വ്യത്യാസങ്ങളാണ്. അരിക്കും വ്യത്യാസമാണ്, അതിൻ്റെ ചെടികൾക്ക് വ്യത്യാസമാണ്. ചെറിയ കണ്ണൻ, കലാനാമക്ക്, ആനക്കൊമ്പ്, അതൊക്കെ അങ്ങ് ബാക്കിലാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഇത് ചെമ്പന്തി ഉണ്ടോ. ഓരോ നെല്ലിൻ്റെ ഡിസൈൻ നോക്കൂ. ഉണ്ടോ, ഓരോ നെല്ലിനും ഓരോ സൈസ് ആണ്. മധുശാല, തുങ്കരസി, ഇങ്ങനെ ഒരു പാടുണ്ട്. 100-110 തരം നെല്ലുകളുണ്ട് ഇവിടെ. IR64 നാളിപങ്ക പറഞ്ഞതായിട്ട് കാണിച്ചു തരാം. ഇതാണ് നാളിപങ്ക. ഓരോ നെല്ലിനും ഓരോ ചിത്രവും പണികളും ഓരോ സൈസുമാണ്. കതിരുകളിലും വ്യത്യാസമാണ്. ഇവിടെ ഫുള്ളും ഉണ്ടല്ലേ അതൊക്കെ? ഇത് ഫുള്ളായതിനാണ്. അതായത് 100-120 തരം നെല്ലുകളുണ്ട്. അതായത് നെല്ലുണ്ടെങ്കിൽ അരി ഉണ്ടാവുള്ളൂ. 120 തരം അരിക്കുള്ള സൈസ് ഇവിടെ ഉണ്ട്. അതിനുള്ള നെല്ല് ഇവിടെ ഉണ്ട്. ഈ ഒരു അറിവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് എൻ്റെ ഫസ്റ്റ് അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഞാൻ മുന്നേ പറഞ്ഞല്ലോ, എല്ലാവർക്കും കാണിച്ചു തരാൻ. അതിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പേരാണ് കറുപ്പ് കാവുണ്ണി എന്ന് പറയുന്ന ഒരു പേരാണ്. പക്ഷേ ഇത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഒരേ ഇതിൽ കാണിച്ചു തരാൻ സാധിക്കാത്തോളം കൊണ്ടാണ് ഇതിന് ചുരുക്കി പറയുന്നത്. അതുകൊണ്ട് ക്ഷമിക്കുക. ഓക്കെ. ഈ കാണുന്ന ബോർഡ് കാണുന്നതൊക്കെ ഓരോ പേരിലുള്ള നെല്ലുകളാണ്. പക്ഷെ ഓരോന്നിൻ്റെ ചോട്ട് പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. കാരണം ചെളിയുണ്ട്, ചില ഭാഗത്ത് ചിലർക്ക് ചെളിയില്ല. ഇത് കൈകൊണ്ട് തൊടാൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഞാൻ ഒരു നല്ല നമ്മൾ കുഴപ്പമില്ലാത്ത ഒരാളായതുകൊണ്ട് അവർ സമ്മതിക്കും. ഓക്കെ, ഗുഡ് ബൈ.